രാമേന്ദ്ര നിക്ക്. സത്യം ഇറക്കണ്ട രാമേന്ദ്ര, നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. ഗോപാലേട്ടാ, എന്താ ഇത്? സത്യം എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ശാരദേ, ശാലിനി എവിടെയോ അവിടെ ജീവിക്കണം സത്യ. അത് അമ്മ എന്താ ചെയ്യുന്നതെന്ന് അവളും കൂടി കാണട്ടെ. ശാരദ വരുന്നെങ്കിൽ എനിക്കൊപ്പം വരാം. കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി ആക്കണം. ഗോപാലേട്ട നിക്ക്. ശാരദേ, ഗോപാലേട്ടാ, ഇതുപോലെ ഒരു ദിവസം സത്യമ്മയുടെ വീട്ടിലേക്ക് ഗോപാലേട്ടൻ പുറപ്പാട് നടത്തിയപ്പോ ഞാനും ഉണ്ടായിരുന്നു കൂടെ. ഓർക്കുന്നുണ്ടോ ആ ദിവസം? ഗോപാലേട്ടൻ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ, ഭാര്യയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താതെ ഭർത്താവ് വേറൊരു ബന്ധത്തിന് പോയാ ചെയ്യേണ്ട കാര്യങ്ങള്. ഭർത്താവ് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന്റെ കഴുത്തിലെ താലി പൊട്ടിച്ചെടുത്തിട്ട് അവളെ ഗേറ്റിന്റെ വെളിയിലേക്ക് തള്ളാം. അതല്ലെങ്കിൽ കേസ് കൊടുത്ത് അയാളെ ജയിലിലാക്കാം. അതുമല്ലെങ്കിൽ ഊരാൻ പറ്റാത്ത ഏതെങ്കിലും കേസിൽ കുടുക്കിയിടാം. ഞാനിതൊന്നും ചെയ്തില്ലല്ലോ ഗോപാലേട്ടാ. പുതിയ പെണ്ണിനെ കഴുത്തിൽ പിടിച്ച് പുറത്തു തള്ളാം. താലി കെട്ടിയവനെ കേസിൽ കൊടുക്കാം, ജയിലിലാക്കാം. പക്ഷേ ഹൃദയം തിരിച്ചു കിട്ടാൻ ഏതു കോടതിയാ വിധി എഴുതേണ്ടത്? അങ്ങനെ വിധി എഴുതിയാൽ തിരിച്ചു കിട്ടുമോ നഷ്ടപ്പെട്ട സ്നേഹവും കരുതലും ഒക്കെ? ഗോപാലേട്ടൻ പറഞ്ഞല്ലോ, കല്യാണമെന്ന് പറഞ്ഞ അതത്ര എളുപ്പം ഊരാൻ പറ്റുന്ന കുടുക്കൊന്നും അല്ലെന്ന്. ശരിയാ, അത്ര എളുപ്പം ഊരാൻ പറ്റുന്ന കുടുക്കൊന്നും അല്ലാതെ. പക്ഷേ സ്നേഹം കൊണ്ടുള്ളതായിരിക്കണം ആ കുടുക്ക്. അല്ലാതുള്ള ഒരു കുടുക്കും നിയമമോ ജയിലോ ഒന്നും നഷ്ടപ്പെടുന്ന സ്നേഹത്തെ തിരിച്ചു കിട്ടാനാകുന്ന കുടുക്കല്ല. അന്ന് രാത്രി ശാലിനി ഗോപാലേട്ടനെ ഇറക്കി വിട്ടേ ആകൂന്നുള്ള വാശി നിന്നപ്പോ ഞാൻ അവളോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ മറ്റാർക്കും സ്വാതന്ത്ര്യമില്ല. അച്ഛനോ അമ്മയ്ക്കോ ആർക്കും. ഗോപാലേട്ടന്റെയും എന്റെയും കാര്യത്തിൽ വിധി പറയണ്ടാന്ന് ഞാൻ അന്ന് അവളോട് പറഞ്ഞു. അതേ സ്വാതന്ത്ര്യം നമ്മുടെ മക്കൾക്കും ഉണ്ട് ഗോപാലേട്ടാ. സാറേ, കുടുംബകാര്യത്തില് ഇടപെടുകയാണെന്ന് തോന്നരുത്. എന്നാലും ഒരു ചെറിയ ബുദ്ധി തോന്നിയ കാര്യം പറയുക. നല്ല ബുദ്ധിയുള്ള ആളാ ശാലിനി മോള്. സ്നേഹം കൊണ്ടാ എല്ലാം പിടിച്ചടക്കുന്നത്. അങ്ങനെ തന്നെ വിഷ്ണുമോനെ തിരിച്ചു പിടിക്കാനും ശാലിനി മോക്ക്